അടുത്ത ടിപ്പ് മല്ലിയിലയും പുതിനയിലയും സൂക്ഷിക്കുന്ന രീതിയാണ്. ഇത് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പേർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഈ പുതിനയില നല്ലവണ്ണം കഴുകി വെച്ചിരിക്കുന്നതാണ്. അത് ഇങ്ങനെ അടർത്തിയെടുക്കുക. അതിൻ്റെ ഇലകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കുക. അതൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് നമ്മൾ ഇടുന്നത്. ഞാനിപ്പോൾ ഇത് കുറച്ച് ഇലകൾ അടർത്തിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു പാകം എടുത്ത് ഇങ്ങനെ വെച്ച് നല്ലവണ്ണം അമർത്തി കൊടുത്ത് അതിലെ വെള്ളം മുഴുവൻ വലിഞ്ഞു പോകത്തക്ക രീതിയിൽ എടുക്കണം. വെള്ളമില്ലാന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ നല്ലവണ്ണം പല രീതിയിൽ ഇട്ട് കൊടുത്ത് നമ്മളിതിൻ്റെ വെള്ളമെല്ലാം ഇങ്ങനെ തന്നെ കളയണം. കളഞ്ഞതിന് ശേഷം ഇത് നമ്മളൊരു സിപ്ലോക്ക് ബാഗ് എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഇലകൾ അതിലേക്ക് ഫില്ല് ചെയ്യണം. നല്ലവണ്ണം വെള്ളമയം പോയതിന് ശേഷമാണ് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അടച്ചതിന് ശേഷം ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഫ്രീസറിൽ ഒരു 2 മാസത്തിന് മുമ്പ് വെച്ച് കൊടുത്ത പുതിനയിലയാണിത്. അത് നമുക്ക് നോക്കിയാൽ കാണാം. അപ്പം നല്ല രീതിയിൽ അതേപോലെ തന്നെ ഏതാണ്ട് അതേപോലെ സ്വല്പം നിറം മാറി എന്നുള്ളതേ ഉള്ളൂ. ഏതാണ്ട് അതേപോലെ തന്നെ ഇത് ഇരിക്കുകയാണ്. ഇതേപോലെ തന്നെ മല്ലിയിലയും ഇതേപോലെ ടിഷ്യൂ പേപ്പറിലിട്ട് സൂക്ഷിക്കാം. അങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെച്ച മല്ലിയിലയാണിത്. ഇതും ഏകദേശം 2 മാസത്തിൽ കൂടുതലായതാണ്. അതും വളരെ നല്ല രീതിയിൽ ഇതുണ്ട്. സ്വല്പം നിറം ഒന്ന് പോകുമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും അതേ രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. ഇത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പം എടുത്ത് സ്വല്പം എടുത്ത് ഇടാനും ഒരു പ്രയാസവുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ നല്ല ടിപ്പാണ്. ഇതിലും ഇതേപോലെ ടിഷ്യൂ പേപ്പർ അകത്തിട്ടതിന് ശേഷം ഈ മല്ലിയിലയും ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായി തന്നെ കുറേ നാളുകൾ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതേ മെത്തേഡിൽ തന്നെ എടുത്ത് കറിവേപ്പിലയും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കറിവേപ്പില പക്ഷേ നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, ഫ്രീസറിലല്ല. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. കറിവേപ്പില ഇതേതാണ്ട് 2 മാസത്തിൽ കൂടുതലായ കറിവേപ്പിലയാണ്. അത് വളരെ നന്നായി തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ്. യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലും നമ്മളിങ്ങനെ അടിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ടാണ് വയ്ക്കുന്നത്. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. കറിവേപ്പില ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. പുതിനയിലയും മല്ലിയിലയും നമ്മൾ ഫ്രീസറിലാണ് വയ്ക്കുന്നത്. അത്രമേ ഉള്ളൂ വ്യത്യാസം.